ഹലോ ഗായ്സ്, വെൽക്കം ടു മാളസ് ആൻഡ് ദേവസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ ഒരു ക്രാഫ്റ്റിൻ്റെ സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് ഗായ്സ്. നിങ്ങൾക്ക് അറിയൂ ഞാൻ ഇതിങ്ങനെ കിട്ടിയത് നല്ല രസമാണ് കാണാനേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗായ്സ്. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റിന് വന്നതാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ കുറച്ച് സർക്കിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്താ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ലേ? ഇതിൻ്റെ പേരറിഞ്ഞൂടെ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവരുടെ പേര് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളിത് ഇങ്ങനത്തെ സർക്കിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ സർക്കിൾ എടുക്കാം. എൻ്റെ അടുത്ത് വലിയ സർക്കിളാക്കാനുള്ള പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ കുഞ്ഞു സർക്കിൾസ് ആക്കിയത്. ഇനി നമുക്ക് കുറച്ച് കളറിങ് ചെയ്യാനുണ്ട്. കളറിങ് ചെയ്തിട്ട് കാണാം ഗൈസ്. അതിൻ്റെ മുന്നേ ഒരു കാര്യം കാണിച്ചു തരാൻ മറന്നു പോയി. എങ്ങനെയാണെന്നല്ലേ, ഒരു സർക്കിൾ ഉണ്ടോ ഇങ്ങനെ ആക്കണം. അതെങ്ങനെയാണ് കാണിച്ചു തരാം. ആദ്യം ഈ സർക്കിൾ കണ്ടോ, ഈ സർക്കിൾ ഇതേപോലെ രണ്ടാക്കി മടക്കുക. നേരെ തന്നെ മടക്കുക. കണ്ടോ, ഇതേപോലെ മടക്കിയിട്ട് ഇതേപോലെ ഇതാക്കി മടക്കുക. ഇനിയും കട്ടിയിൽ വേണമെങ്കിൽ ഇനിയും കട്ടിയാക്കി ഇതേപോലെ മടക്കാം കേട്ടോ. ഞാൻ ഇത്രയൊക്കെയുള്ളൂ. ഇനി വേണമെങ്കിൽ കട്ടിയാക്കാം. ഈ കളർ ചെയ്തിട്ട് വേണം ഗൈസ്. നമ്മളിത് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയാണ് നമ്മൾ കളർ ചെയ്ത് എല്ലാതും കളർ ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഈ ഒരു ഭാഗം ഉണ്ടോ, നമ്മൾ മടക്കി കൊടുത്ത് ഈ ഒരു സൈഡ് മാത്രം നമ്മൾ വിട്ടൊക്കെ എല്ലാ സർക്കിളിൻ്റെയും. എന്നിട്ട് ആ ഒരു സൈഡ് ഉണ്ടോ, ആ ഒരു സൈഡ് നമ്മളിങ്ങനെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ. എന്നിട്ട് കണ്ടോ, ഇതേപോലെ ആക്കാനാണ്. അതേപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്യാം ഗൈസ്. കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ ഈ ലോട്ടസ് ഇല്ലേ, ലോട്ടസിൻ്റെ ആ ഒരു ഇത് മാതിരി ഉണ്ട് കാണുമ്പോൾ. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്ക്, അത് വരെ ഉണ്ട് എന്നിട്ട്. ഗൈസ്, ചിലവരൊക്കെ ലൈക്ക് ചെയ്തില്ല എന്ന് എനിക്കറിയാം. ഒന്നും കൂടെ ഓർമ്മിച്ചതാണ്. ലൈക്ക് തരൂലേ? ഇല്ലേ? തരണം. ലൈക്ക് തന്നേ പറ്റൂ. നമ്മളിത് ഒൺലി 2 കളർ കൊണ്ടാണ് ചെയ്തത്. ക്രയോൺസാണ് യൂസ് ചെയ്യുന്നത്. ക്രയോൺസാണ് യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത് പെയിൻറ്റും ഉണ്ട്. ഇപ്പോൾ പെയിൻറ്റ് ഉണങ്ങണ്ടേ, അതിനുള്ള ഇതൊന്നും ഇല്ല എനിക്ക്. സമാധാനം. അപ്പോൾ ഇതെല്ലാം നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഈ വേസ്റ്റൊക്കെ നമുക്ക് വയ്ക്കാം. അതേപോലെ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിക്കണം. നമ്മുടെ പശ വേണ്ടേ, പശ എങ്ങനെ ഒട്ടിക്കേണ്ട പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗത്ത് മാത്രം ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. കാണിച്ചു തരാവേ. ആക്കിയിട്ട് ദേവട്ടൻ വന്നിരിക്കുന്നു ഗൈസ്. ദേവട്ടനെ കണ്ടോ, കാറ് കാണിച്ചു കൊടുക്കാം ഗൈസ്. ദേവട്ട അവിടേക്ക് ഗൈസ്. ദേവട്ടൻ അപ്പത്തേക്കും ഇവിടെ വന്നിട്ടുണ്ട്. ആത്തേക്ക് ഇതേപോലെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെയാണ് ഞാൻ എല്ലാം ആക്കണം. അപ്പം ആക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഇവിടെ ദേവട്ടനെ ഇവിടെ കുത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടാണ് കുത്തിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം
ഇതേപോലെ ആക്കിയതല്ലേ, ഇതേപോലെ മടക്കണം, ഉള്ളിലേക്ക് മടക്കുക. ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി വെക്കാം. എല്ലാം ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി വെക്കാം. ഇതെപ്പോഴുള്ള പരിപാടിയായിരുന്നു. ഇങ്ങനെ കുത്തി ചിലപ്പോൾ ഉറക്കം വരുമ്പോൾ കുത്തും, അങ്ങനെ ആക്കുമ്പോൾ കുത്തും. അങ്ങനെയാണ് കേസ്. അത് നോക്കണ്ട. ഇടയ്ക്ക് കുത്തും, ഇടയ്ക്കല്ലാതെ കളിക്കും. ഇടയ്ക്ക് ചിരിപ്പിക്കാൻ വേണ്ടി കളിക്കും. അങ്ങനത്തെ ഓരോന്നാണ് ഗൈസ്. അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ടൈപ്പിൽ ഒട്ടിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പം അപ്പം ഞാനത് പറഞ്ഞുതരാം അങ്ങനെ ഒട്ടിക്കേണ്ടത്. നമുക്ക് ഒരു പേപ്പർ വേണം. ഓക്കെ ഗൈസ്, എങ്ങനെ ഒട്ടിക്കേണ്ട പറഞ്ഞുതരാം. ഇത് കണ്ടോ ഇത് ഇവിടെ കണ്ടോ, ഇതേപോലെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ അനിയൻ എന്തൊക്കെയോ അവിടുന്ന് കളിക്കുകയാണ് കാണുകൊണ്ട്. അതാണ് ഇങ്ങനെ കസാരി ഇവിടോട്ട് പോയി. അപ്പോൾ ഇതിനെ കാണിച്ചു തരാം. പശ എടുത്തിട്ട് ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്താക്കിയിട്ട് ഒട്ടിക്കാം. ഞാൻ ഈ ഒരു ഭാഗത്താണ് ആക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ മൊത്തമായിട്ട് പശയാക്കിയിട്ട് ഇത് കണ്ടോ, ഇതേപോലത്തെ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ, വേസ്റ്റ് ആയിട്ടുള്ള പേപ്പറാണെങ്കിൽ മര്യാദയ്ക്കൊന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇത് കണ്ടോ, ഇതേപോലെ ഇവിടെ ഇങ്ങനെ നേരെ ഒടിച്ചെടുക്കാം. ഒട്ടിക്കണം എന്നില്ല, ഇവിടെ വെച്ചിട്ട് ചെയ്തിട്ടാക്കിയാൽ മതി. എന്നിട്ട് ഇവിടെ ഈ ഒരു സാധനം ഉണ്ടോ, ഈ സാധനത്തിൻ്റെ ഇവിടെ ഈ ഒരു സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ എങ്ങനെയാണ് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെ മാത്രം പശയാക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടോ, ഈ ഒരു ഭാഗം ഇതേപോലെ ഒട്ടിക്കുക. കണ്ടോ, ഇങ്ങനെ മാത്രമായിട്ട് ഒട്ടിക്കുക. എന്നിട്ട് വേറൊരു സാധനം കൂടി എടുത്തിട്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. അതേപോലെ ഒട്ടിച്ച് പോവുക. ഞാൻ അപ്പം ഒട്ടിക്കുന്ന കാണിച്ചു തരാം. ജസ്റ്റ് ട്രൈയിങ് ആണ്. ഇതാ കളർ എടുത്തരും ഗൈസ്. എൻ്റെ കണ്ടോ, കളർ ഇങ്ങനെ എടുത്തരുകയാണ്. ഇത് വീണ് പോയതൊക്കെ എടുത്തരുകയാണ്. ഇവിടെ വെച്ചോ ഗൈസ്. നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ആക്കാണ്. ഹലോ ഗൈസ്, അതുകൊണ്ട് പാവേൻ്റെ ഞാൻ ഉണ്ടാക്കിയതാണ് ഗൈസ്. റിബൺസ് ഡേ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങോട്ട് വാ ദേവട്ടാ, ഇങ്ങോട്ട് വാ. അതിൽ കൂടെ വാ ഗൈസ്. ഇവരോടൊരു കാര്യം പറയാൻ മുന്നാൽ കൊഞ്ചിട്ടാ പറയാം. ഇടയ്ക്കൊക്കെ കൊഞ്ചു. ദേവട്ടാ ഹലോ ഗൈസ് എന്ന് പറ. ഹലോ ഗൈസ് അങ്ങനെ കൂട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിക്കാനുള്ളത് മറന്നുപോയി. അതേ കാണിച്ചു തരാം. ഒട്ടിച്ചിട്ട് കണ്ടോ, രണ്ട് വീട്ടിൽ ഇതേപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഒട്ടി ഇതാ കണ്ടോ, ഇങ്ങനെ ആക്കാം. എന്നിട്ട് ഒട്ടിച്ച് കഴിഞ്ഞെടുത്ത് നമ്മളിത് അടുത്തതെടുത്തിട്ട് ഇത് ഈ നടുവിലൊട്ടിക്കുക. എവിടെ എന്തൊക്കെയോ എടുക്കണ്ട, അതാണ് ഇങ്ങനെ കാണിച്ചത്. ഇങ്ങോട്ട് വാ, ഈ എന്തെങ്കിലും കാട്ടു. വാ ഇവിടെ ഇരിക്കി. ആ കാരെടുത്തോ. നമ്മൾ അടുത്തത് ഇതേ ഒട്ടിക്കാൻ പോവാണ്. കണ്ടോ, നീ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഓരോന്ന് ചെയ്യാൻ. നീ ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടം ചെയ്യാം. വെക്കേഷൻ പ്രത്യേകിച്ചും ചെയ്തുകൊണ്ടിരിക്കും. രാവിലെ എണീറ്റാ എടുക്കുക ചെയ്യുക, പിന്നെ ഭക്ഷണം കഴിക്കുക എണീക്കുക ചെയ്യുക. അതന്നെയാണ് കാര്യം. എനിക്ക് ജസ്റ്റ് ട്രൈയിങ് ആണെന്നുകൊണ്ട് ചെയ്ത് നോക്കുകയാണ് ഞാൻ. വർക്കാവോ ഇല്ലയോ എന്ന് നോക്കണം. ചെയ്ത് നോക്കിയാലല്ലേ അറിയുള്ളൂ വർക്കാവോ ഇല്ലയോന്ന് ഗൈസ്. എന്താ പറയുന്നേ? ദേബൂഷ് ഗൈസ്, ദേബൂസ് അവിടുന്ന് കളിക്കുകയാണ്. അവനെ കാറൊക്കെ വെച്ചിട്ടുണ്ട്, കാർബോർഡ് എടുത്തുകൊണ്ട് കളിക്കുകയാണ്. അപ്പം നമ്മളിവിടെ
ഒട്ടിച്ചൊട്ടിച്ച് വന്നിട്ടുണ്ട്. ഒട്ടിക്കാം. മറ്റോ ആഴ്ചയിൽ ഒരു പശയാണ് വാങ്ങേണ്ടത്. തീർന്നു പോകും ഇങ്ങനെ ചെയ്യുന്നോണ്ടേ. ജസ്റ്റ് ട്രൈയിങ് അല്ലേ, അപ്പോൾ അതാകുമെന്നൊരു പേടി. അതാണ് വലുതാക്കി ചെയ്താൽ നല്ല രസമുണ്ടാവും. ചിലപ്പം ഞാനിത് കുഞ്ഞാക്കിയിട്ടാണ് ചെയ്തത്. നമുക്ക് നോക്കണം ഗൈസ്, ഇത് സെറ്റാവോ ഇല്ലയോന്ന്. എല്ലാം ഒരുമിച്ചല്ലേ ഉള്ളൂ നോക്കണം. ഏതെങ്കിലും ഒട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ കത്തം പോയാ കഴിഞ്ഞു, തീർന്നു. തെങ്ങി എങ്ങനെയാണെന്ന് ചെറിയൊരു പീസ് കണ്ടോ, ഇത് ഇതേപോലെ രണ്ടാക്കി മടക്കുക. എന്നിട്ട് ഇത് കണ്ടോ, ഇതോടെ ഈ ഒരു ഭാഗത്ത് പശയാക്കുക, ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് പശയാക്കുക. കണ്ടോ, ഈ ഒരു ഭാഗത്ത് മാത്രം പശയാക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് രണ്ട് ഭാഗം വലിയ മടക്കിയപ്പോൾ ഒരു ഭാഗത്ത് ഇതേപോലെ ഒട്ടിച്ചിട്ട് മറ്റേ ഈ ഒരു ഭാഗത്തും കൂടെ പശയാക്കിയിട്ട് മടക്കാം. കാണിച്ചു തരാം. പശ തീർന്നു പോകുമല്ലോ, തന്നെ ചെയ്യാം. പശ തീർന്നു പോകും. ഇതേ വേണ്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഒട്ടിക്കുക, രണ്ട് ഭാഗമായിട്ട് ഒട്ടിക്കുക. എന്നിട്ട് തുറന്ന് നോക്കുന്നത് അപ്പോൾ ഗൈസ് നമുക്ക് തുറന്ന് നോക്കാം. എൻ്റെ അനിയൻ ഓരോ കളിയാണ് ഗൈസ്, ഇതേപോലെ തന്നെ വർപ്പിക്കും. നോക്കാം. ഹായ് ഗൈസ്, നല്ല രസമുണ്ടല്ലേ. ജസ്റ്റ് ട്രൈയിങ് ഗൈസ്, കേട്ടോ. ജസ്റ്റ് ട്രൈയിങ് ആണെങ്കിൽ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വാ ഇങ്ങോട്ട് വാ, പറ വാ. അവന് ഭയങ്കര ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. പറ. ലൈക്ക് ചെയ്യുക, ബൈ ബൈ.